എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hsk.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഇന്ന് മുതൽ, അതായത് ജൂലൈ 26 മുതൽ 29-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇന്ന് രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ അഡ്മിഷൻ എടുത്ത ശേഷം, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ശേഷം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും പിന്നീട് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്, അതായത് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. ഒന്നാമത്തേത് വിദ്യാർത്ഥികളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്. ടൈ ബ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ NMMS, അതുപോലെ തന്നെ ഈ ഒരു USS, LSS ഇതുപോലുള്ള എക്സാമിനേഷൻസിനൊക്കെ നിങ്ങൾക്ക് വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഈ ഒരു ടൈ ബ്രേക്ക് എന്ന് പറയുന്നത്. ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്ററും ആവശ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അതിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ പൂരിപ്പിച്ച ശേഷം നിങ്ങളുടെ രക്ഷിതാവും ഒപ്പുവെച്ച് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഫീസും, അതുപോലെ യൂണിഫോം വേണമെങ്കിൽ യൂണിഫോമിൻ്റെ ഫീസും അടക്കം എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ സ്കൂളോ മറ്റോ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് യൂണിഫോം നിലവിൽ ആ ഒരു സമയത്ത് വാങ്ങിക്കേണ്ടതില്ല, അത് പിന്നീട് വാങ്ങിച്ചാൽ മതിയാകും. അഥവാ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറുകയാണെങ്കിൽ വെറുതെ യൂണിഫോം വേസ്റ്റ് ആക്കേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ജില്ലയും സ്കൂളും കോഴ്സും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ വേണമെങ്കിലും ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റോ, അതായത് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അത് ക്ലബ് സർട്ടിഫിക്കറ്റുകളോ മറ്റോ, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറി ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതിനോടൊപ്പം തന്നെ ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളും വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.